പണ്ടത്തെ നോമ്പ് എന്ന ഹെഡിങ്ങിലുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വെളിവാകും വരെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ പറയാമെന്ന്. അതിനെക്കുറിച്ചാണ് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൻ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു قال لما نزلت حتى يتبين لكم الخيط الأبيض من الخيط الأسود. മഹാനായ അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദ് എന്ന ആയത്ത് ഇറങ്ങിയ സമയത്ത് അമദതു ഇലാ ഇഖാലിൻ അസ്വദ ഇലാ ഇഖാലിൻ അബ്യദ ഫജഅൽതുഹുമാ തഹ്ത വിസാദതി. ഞാനൊരു കറുത്ത കയറും വെളുത്ത കയറും എടുത്ത് എൻ്റെ തലയണയുടെ ചുവട്ടിൽ ഞാൻ വെച്ചു. എന്നിട്ട് ഫജഅൽതു അൻദുറു ഫിൽ ലൈലി ഫലാ യസ്തബീനു ലീ, രാത്രിയിൽ ഞാൻ അതെടുത്ത് ഞാൻ നോക്കും, പക്ഷേ എനിക്കതിലൊന്നും മനസ്സിലാകുന്നില്ല, വേർതിരിച്ച് മനസ്സിലാകാൻ കഴിയുന്നില്ല. ഫഗദൗതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നേരം വെളുത്തപ്പോൾ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പോയി. എന്നിട്ട് ഫദക്കർതു ലഹു ദാലിക്, നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ മുത്തുനബി ഫഖാല ഇന്നമാ ദാലിക സവാദുൽ ലൈലി വബയാദുൻ നഹാർ. അപ്പോൾ മുത്തുനബി പറഞ്ഞു, രാത്രിയുടെ കറുപ്പും പകലിൻ്റെ വെളുപ്പുമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ആ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ന്. അതാണ് കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വെളിവാകും വരെ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ആ ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം. പല യുക്തിവാദികളുടെ വീഡിയോകളും കണ്ടു, മഹാ അപരാധം അവർ പറഞ്ഞതും കണ്ടു. ഇതൊരു മജാസിയായ പ്രയോഗമാണെന്ന് പോലും മനസ്സിലാക്കാത്ത പമ്പര വിഡ്ഢികളായി പോയി അവർ എന്നുള്ളതിൽ നമുക്കൊരു ഖേദമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കുവാനും റബ്ബിൻ്റെ പൊരുത്തത്തിലായുള്ള ജീവിതവും നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.